ഒരാഴ്ച മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക്കീല്, മനു എന്ന് പറയുന്ന ഒരു വക്കീല് ഒരാളുടെ കാലിന് വീഴുന്നതാണ്. വേറെ ഒന്നുമല്ല, അയാളുടെ ഭാര്യ ഈ ഭർത്താവിന് എന്തോ ഒരു കേസ് ഉണ്ടായപ്പോൾ ഈ മനു എന്ന് പറയുന്ന വക്കീലിന് കൊണ്ട് കൊടുത്തു, അതായത് ഈ കേസും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നോ പീഡിപ്പിച്ചുവെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വന്നതിന് ശേഷം ഇയാളുടെ ഭാര്യയും അമ്മയും അതുപോലെ ഈ മനു എന്ന് പറയുന്ന വക്കീലും ഇവരെല്ലാവരും വന്നിട്ട് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് കാല് പിടിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ഈ കാല് പിടിക്കുന്ന രംഗം ഇങ്ങനെ പുറത്ത് വന്നതിന് ശേഷം ഇയാൾ കയറിയിട്ട് അങ്ങ് മരിക്കുകയും ചെയ്തു. അതായത് പിന്നെ ജീവൻ ഒടുക്കുകയും ചെയ്തു. ജീവൻ ഒടുക്കിയപ്പോഴും നമ്മൾ ആളൂർ വക്കീൽ എന്താ പറഞ്ഞേ അറിയാം, ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല, കാരണം ഈ വീഡിയോ പുറത്തു വിട്ടവന്മാരാണ് ഇതിന് കുറ്റക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരാളുടെ പേരിൽ, അതായത് ഈ സ്ത്രീയുടെ പിന്നെ ഭർത്താവിൻ്റെ പേരിൽ കേസെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാൾ പിന്നെ ജയിലിലേക്ക് വിടുകയും ചെയ്തു. ആര്? നമ്മൾ ആളൂരാൻ. എന്താ കാരണം? ഈ പിന്നെ PG മനു എന്ന് പറയുന്നയാൾ ആളൂർ എന്ന് പറയുന്നയാളുടെ ശിഷ്യനാണ്. അപ്പം ആളൂർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നവനാണ് ഈ ആളൂർ. എല്ലാവരും വെറുക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ആളൂർ എന്ന് പറയുന്നവൻ. അവൻ്റെ ശിഷ്യനായ മനു ആരാണ്? അവനും അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, വന്ദന എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടറെ ഒരു നാറി, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവനെ ഈ കുത്തി കൊലപ്പെടുത്തിയിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മനു എന്ന് പറയുന്നവൻ കൊല്ലത്ത് ഒരു വാടക വീടൊക്കെ എടുത്തിട്ട് അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണിനെ കയറിയിട്ട് അങ്ങ് പിടിച്ചതും അതിൻ്റെ ഭർത്താവ് വന്നിട്ട് നല്ല രീതിയിൽ ചാമ്പിയതും. അതോടുകൂടിയിട്ട് അവൻ്റെ ശല്യം ഒഴിവായി, എല്ലാവരും കൈയടിച്ചു. അതായത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടൂല എന്ന് നമ്മളെല്ലാം വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇവനല്ല ഹാജരാകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വക്കീലിനെ വെക്കുമല്ലോ. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി വന്ദനയ്ക്ക് ഇനി നീതി കിട്ടുന്നു. പോട്ടെ, അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിനുശേഷമാണ് ഈ ആളൂരാൻ വന്നിട്ട് ഈ ഒരു വാക്ക് പറഞ്ഞത്. അതിൻ്റെ അടിയിൽ ആളൂരിന് നല്ല രീതിയിൽ പൊങ്കാലിയും വന്നിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൂറെ നിൻ്റെ അന്ത്യം ഇതിലും ഭീകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് പൊങ്കാലയിട്ടത്. അതുപോലെ തന്നെ ആളൂര് ശരിക്കും പറഞ്ഞാൽ നരകിച്ച് തന്നെയാണ് ചത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ദുഃഖം ഉണ്ടാകും. ഇനി എന്തൊക്കെ കളിച്ചു കഴിഞ്ഞാലും ഒരു ചെറിയ ഒരു അംശം എവിടെയെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ ആളൂർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ നമുക്കൊരു വികാരവും തോന്നില്ല എന്നുള്ളതാണ്. അതായത് മലയാളികൾക്കൊന്നും ഒരാൾ പോലും നല്ലത് പറയുന്നില്ല. ഞാൻ കണ്ടത് നല്ലത് പറയുന്നത് ഈ മറുനാടൻ ഷാജന, അങ്ങനെയുള്ള ഈ ചില ആൾക്കാർ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് കുരുട്ട് ബുദ്ധികളുണ്ടല്ലോ, ഇവന്മാർ മാത്രമാണ് ഇയാൾ ആകെ ചത്താലും വെറുതെ വിടില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യവും കൊണ്ട് വരുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ നല്ലത് ചെയ്താൽ മാത്രമേ നമ്മളെ പറ്റിയിട്ട് നാലാൾ പറയാനുണ്ടാവുള്ളൂ. അല്ലാതെ ജനങ്ങളെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ ഇങ്ങനെ തന്നെയാണ് പിന്നെ പ്രതികരിക്കുക. അതായത് ഇന്നലെ സൗമ്യയുടെ അമ്മ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരുടെയും ബന്ധുക്കൾ, ഇവരൊക്കെ കണ്ടില്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക. അല്ലാതെ കുറേ പണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, കുറേ പ്രാക്ക് കിട്ടി എന്നല്ലാതെ വേറെ എന്താണ് ഈ ആളൂരാൻ എന്ന് പറയുന്നവന് കിട്ടിയിരിക്കുന്നത്? അതുമാത്രവുമല്ല, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മനു എന്ന് പറയുന്നവൻ്റെ കേസിൽ ഇടപെട്ടിട്ട് അതിലും കൂടുതൽ പിന്നെ അറ്റാക്കാണ് കിട്ടിയിരിക്കുന്നത്. അതും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടു. അപ്പം അങ്ങനെ ഈ പല തിന്മകളിലും, അതായത് ഈ ഗോവിന്ദചാമിയെ പോലെയുള്ളവരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ആൾക്കാർ വെറുക്കുന്ന ആൾക്കാരെ പോയിട്ട് രക്ഷിക്കുക, അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിന്നും പ്രാക്ക് വാങ്ങിക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ കാശുണ്ടാക്കുക, ഇത് മാത്രമായിരുന്നു ഇങ്ങനെ പോലെയുള്ള ആൾക്കാരുടെ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇങ്ങയുടെ ശിഷ്യനും എന്ന് പറയാതെ വയ്യ. അതായത് ശിഷ്യൻ്റെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ നാറി കുത്തുവാളെടുത്തിന്, അതായത് അത്രയും ദ്രോഹം ചെയ്താണ് ഈ മനു എന്ന് പറയുന്നവൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും ഇവൻ്റെ പേരിൽ അങ്ങനെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അതായത് ഈ ഗോവിന്ദചാമിയെ പോലെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അമീറിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിച്ച് കൊണ്ടുവരിക. ഇയാൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂനെയിൽ വെച്ചിട്ട് ഇയാൾ ഒരു കേസിൽ 3 കൊലക്കേസ് പ്രതികളെ രക്ഷിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോവിന്ദചാമിയെ രക്ഷിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഇയാളെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഈ ഗോവിന്ദചാമിയുടെ
ഒരു കേസ് മുതലാണ് ഈ ആളൂർ എന്ന് പറയുന്ന ഒരു വക്കീൽ ഉണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലായത്. അതേ പാത പിന്തുടർന്നത് തന്നെയാണ് ഇയാളുടെ ശിഷ്യനായ ഈ മനുവും ചെയ്തത് എന്നുള്ളതാണ്. മനു ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനു ഈ പല സ്ത്രീകളെയും, അതായത് ഇതിനു മുന്നേ തന്നെ ഈ മനു എന്ന് പറയുന്നവന് പീഡന കേസുണ്ടായിരുന്നു. എന്നിട്ട് അതിന് തുടർന്നാണ് ഇപ്പോഴും വേറൊരു കേസ് വന്നത്. ആ വേറൊരു കേസ് വന്നപ്പോൾ ആ ഭർത്താവ് കൃത്യമായിട്ട് ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നാറ്റിച്ചു എന്നുള്ളതാണ്. അതായത് ഇവൻ ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കിറങ്ങിയിന്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവൻ്റെ ഭാര്യ തന്നെയായിരിക്കും, ഈ മനു എന്ന് പറയുന്നവൻ്റെ. കാരണം ആ സ്ത്രീയുടെ നിൽപ്പെന്ന് കണ്ടപ്പോഴേ ശരിക്കും പണം എന്തിനാണോ നമുക്ക്, അതായത് അഭിമാനവും അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഈ ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് പണം നേടുക എന്നൊക്കെ പറയുന്നില്ലേ, അവനൊക്കെ ഒരുപാട് പണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഭാര്യ പോയിട്ട് അവൻ്റെ വേറൊരുത്തൻ്റെ കാല് പിടിക്കേണ്ട ഗതികേട് വന്നപ്പോഴേ, അതുപോലെ അമ്മ പോയിട്ട് മറ്റൊരുത്തൻ്റെ കാല് പിടിക്കേണ്ട ഗതികേട്, എന്നിട്ട് അവൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും ഭഗവാനെ ഇയാളൊന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് അവൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രാക്ക് തന്നെയാണ്. ഇപ്പോഴേ എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് ഈശ്വരൻ ഉണ്ട്, അതായത് നമ്മളില്ല എന്ന് പറയുന്ന ദൈവമില്ലേ, അതുണ്ട്. ഇപ്പോഴും ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അന്ന് കിട്ടുക. ഇപ്പം അതൊന്നുമല്ല, ഇപ്പം അപ്പോഴാണ് കിട്ടുന്നത്. കണ്ടില്ലേ ഈ എന്താ പറയണ്ടേ, ആളൂർ എന്ന് പറയുന്നവൻ ഒരു മാസം മുന്നേ വരെ ഒരു കുഴപ്പവുമില്ലാതെ ഇറങ്ങി നടന്ന ആളൂർ ഇപ്പം കണ്ടില്ലേ. അതായത് നരകിച്ച് ഇത് തന്നെയാണ് ഇവരൊക്കെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഞാൻ പറയുന്നത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 3-4 നികൃഷ്ട ജീവികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾ പോലും ഇല്ല. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകുകയാണ് ഇവന്മാർ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്, അതായത് ഈ ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെട്ടു എന്നുള്ള കാര്യവും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഇവന്മാർ പറയുന്ന പോലെ ഇവന്മാരുടെ തൊഴിലാണ് ഇതാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവർ ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിക്കും. അതാണ് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവനെ ഞാൻ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ ഇവർക്ക്. എന്താ വെച്ചാൽ ഇതൊക്കെ കേസും കാര്യങ്ങളൊക്കെ പോകുന്ന കാര്യങ്ങളാണ്, നമുക്കൊന്നും ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അതിനെപ്പറ്റി കഴിയില്ല. എന്നാലും ഇത് ചില നന്മകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ മരണശേഷവും ആ നന്മയുണ്ടല്ലോ അതിങ്ങനെ ലോകം മുഴുവൻ ഉണ്ടാകുമെന്നുള്ളതാണ്. തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഈ ആളൂറിൻ്റെയും അതുപോലെ തന്നെ മനു എന്ന് പറയുന്നവൻ്റെയും ഇവൻ്റെയൊക്കെ ഗതിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മനു എന്നൊക്കെ പറയുന്നവൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വക്കീലായിരുന്നു, ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിജയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കേസിൽ കുടുങ്ങിയതോടുകൂടി നമുക്കറിയാലോ, അതായത് പെണ്ണ് കേസ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കഥ. അപ്പം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കിട്ടിയ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ വെച്ച് ഓരോരോ കളികളാണ് കളിച്ചത്. എന്നിട്ടും ഇവനെയൊക്കെ പിന്തുണക്കാൻ പോയാൽ നമ്മൾ ആളൂരാൻ. പിന്നെ ആ ആളൂറും ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആശാനും ശിഷ്യനാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. അന്നും ഈ മനു എന്ന് പറയുന്നവനെ പിന്തുണക്കാൻ വേണ്ടി വന്നത് ഈ ആളൂറിനെ പിന്തുണക്കുന്ന ആൾക്കാർ തന്നെയാണ്, വേറെ ആരുമല്ല. ഈ മനുവിനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഭർത്താവ് ചെയ്തത് വളരെ തെറ്റാണ്. എന്ത് പിന്നെ ഈ തേങ്ങയാൾ ചെയ്തതിന് അയാൾ നല്ല കാര്യമല്ലേ ചെയ്തത്. അതായത് ഒരുത്തം വന്നിട്ട് ഭാര്യനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വെറുതെ വിടണം, അവനെ കൃത്യമായിട്ട് അവനെ മൊബൈലിലെടുത്ത് നാറ്റിക്കുക തന്നെയാണ് ചെയ്തത്. അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇവനെ പറ്റിയിട്ട് എല്ലാവരും അറിയണം, ഇവൻ്റെ പുറകിൽ കേസും കൊണ്ട് പോകുമ്പോൾ എല്ലാവരും അറിയണം എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കാം അയാൾ അങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മരണവും കാര്യങ്ങളൊക്കെ നടന്ന് അതെല്ലാം പോട്ടെ, ഇനി എല്ലാം അങ്ങ് മാറ്റിയെടുത്തട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കെല്ലാം ഉള്ള ശിക്ഷകളെ അപ്പോഴിങ്ങനെ കൊടുത്തു. അങ്ങനെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സൗമ്യയുടെ ആത്മാക്കളും ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവുകയാണ്. കാരണം ഇവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് പോലും എൻ്റെ മക്കളെ അതൊന്നും നിങ്ങളെ തുണച്ചില്ലല്ലോ, ആ ഒരു പണം പോലും നിങ്ങളെ തുണച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ നിങ്ങളെക്കുറിച്ച് എനിക്കും പുച്ഛം തന്നെയാണ് തോന്നുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ എഴുതണം. അതുപോലെ ഒരു ലൈക്ക് എനിക്ക് തീർച്ചയായിട്ടും തരണം. നന്ദി, നമസ്കാരം.